ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിക്സ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എരിവും മധുരമൊക്കെ ഉള്ളൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കുറച്ചൊരു എക്സ്പെൻസീവാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊന്നും റേറ്റ് വരില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മളിത് അവൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സ്ഡിൻ്റെ റെസിപ്പിയും കൂടിയാണ്. നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാനും കൂടെ പറ്റുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാതും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അവലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 350 ഗ്രാമോളം അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറിലുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ നൈസായിട്ടുള്ള അവൽ നോക്കി എടുക്കാവുമ്പോൾ അതാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവൽ വെച്ച് ചെയ്തെടുക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലൊരു കടായി പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു അവൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു തിന്നായിട്ടുള്ള അവലായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ റോസ്റ്റ് ആയി വരുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ചുരുണ്ടിട്ട് വരും കേട്ടോ, ഒന്ന് കേളിയായിട്ട് വരും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. അതുപോലെ തന്നെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രൂപത്തിലാവണം കേട്ടോ. അതുവരെ നമ്മളിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈവിടാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വല്ലാണ്ടിട്ട് ഇങ്ങനെ ഇളക്കരുത്, അങ്ങനെ ആകുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ കുറഞ്ഞ അളവിൽ ഇങ്ങനെ പതുക്കെ ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അവർ നേരെ ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങ് കോരിയെടുക്കുക കേട്ടോ ചെയ്യുക. ആ ഒരു നല്ല ക്രിസ്പിനെസ് കിട്ടാൻ. പക്ഷെ നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നാൽ നല്ല ഹെൽത്തിയും കൂടിയാണ്. ഓയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഈ അവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. ഇനി ഓയിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് കോരിയിട്ട് അങ്ങനെ എടുക്കണേ. ഇപ്പോൾ അത് ഏകദേശം ഞാനൊരു 7 മിനിറ്റോളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല പോലെ ഇങ്ങനെ കേളിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, ചുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ അപ്പോഴും നല്ല റോസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് വീണ്ടും ഞാൻ ആ ഒരു കടായി പാനിന് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ നെയ്യാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും 1/2 ടീസ്പൂണോളം തന്നെ വലിയ ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പൊടിനേക്കാട്ടിലും നല്ലത് ഇതുപോലെ ഒന്നിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കും വേണം. ആ കടുകൊക്കെ ഒന്ന് ഇങ്ങനെ പൊട്ടി വരും വേണം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ആ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. അതുപോലെ തന്നെ നെയ്യിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത് ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ ആ മിക്സ്ചർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ മിക്സ്ചറിന് ഉണ്ടാവുക. അപ്പോൾ അത് നെയ്യ് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ച് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ അതെല്ലാം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്, ഒക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പോളം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി റോസ്റ്റ് ചെയ്ത കടല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടൈം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത നിലക്കടല ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റോളം ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കേണ്ടത് കേട്ടോ. അതിൽ പെട്ടെന്ന് തന്നെ അങ്ങ് റോസ്റ്റ് ആയിട്ട് വരും. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കൊപ്പരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊപ്പര ഉള്ളതുകൊണ്ട് ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓൾറെഡി അത് നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുള്ളതല്ലേ. ഇനി തേങ്ങയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഇത് നമ്മൾ കടലിട്ട് കൊടുത്തല്ലോ, ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു വേവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എല്ലാം നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്താലേ കുറച്ച് കാലം നമുക്ക് കേട് കൂടാണ്ട് സൂക്ഷിച്ച് വെക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം ഒന്നും നനയാതെ നോക്കും വേണം. ഇപ്പോൾ കടല നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഞാൻ ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊപ്പരയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൊപ്പര ഞാൻ ഇതുപോലെ ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് കിട്ടും. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല, അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ, അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടല കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത പൊട്ടുകടല ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നിറച്ച് 1 ടേബിൾ സ്പൂണോളം തന്നെ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഉണക്കമുന്തിരി, അതേപോലെ തന്നെ ബ്ലാക്ക് ഉണക്കമുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, അതും 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. ഇതിൽ പോലെയുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊരു റൈറ്റും കാര്യങ്ങളും ഈ ഒരു മിക്സ്ചർ വരുന്നത്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊന്നും വരില്ല കേട്ടോ, അതിൻ്റെ പകുതിയൊക്കെ ആയിട്ട് നമുക്ക് റേറ്റ് വരുള്ളൂ. ഇനി നെയ്യിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നിറച്ച് 2 ടേബിൾ സ്പൂണോളാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു നെയ്യ് തന്നെ ഇതിൽ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കേട്ടോ എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മാത്രം മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് അങ്ങനെ ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് സോൾട്ട് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവർ വരും, അതിന് വേണ്ടിയിട്ടാട്ടോ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒഴിവാക്കാം. ഇനി ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ കുറച്ച് ടൈം നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ, അതങ്ങ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പക്ഷേ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് ഇളക്കി പോയാൽ ചിലപ്പം ആ ഒരു അവലൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അത് തിന്നായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ പതുക്കെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ സൈഡ് പിടിച്ചിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാന്നുണ്ടെങ്കിലും ഒട്ടും ഇങ്ങനെ പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ, എന്നാലും നല്ല പോലെ ഇങ്ങനെ മിക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവലിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ. ഇനി കുറഞ്ഞൊരു മധുരം ഉണ്ട് എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. 1 ടേബിൾ സ്പൂണോളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഇതിലേക്കുള്ള അളവാട്ടോ പറയുന്നത്. കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കി എടുക്കുക വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ പൊടിച്ച പഞ്ചസാരയും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുടഞ്ഞു കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പതുക്കെ അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് എടുത്ത് ടേസ്റ്റ് നോക്കുക കേട്ടോ, ഉപ്പോ അതുപോലെ തന്നെ മധുരം എന്തെങ്കിലുമൊക്കെ കമ്മി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയെടുത്താൽ മതിയേ. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള മിക്സ്ഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി വെച്ചാൽ മതി. കുറേ കാലം കേട് കൂടാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഫുള്ളായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇതുപോലുള്ള ജാറിലേക്ക് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.